അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇസ്തിഗാസ ചെയ്യുന്ന ഏതൊരാളെയും വ്യക്തിയെയും അവര് മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് നമ്മളാരും പറയാറില്ല, പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മുമ്പും അതുപോലെ തന്നെ ഇപ്പോഴും അത് വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്തിഗാസ എങ്ങനെ ശിർക്കാവുന്നു ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആദ്യം പറഞ്ഞത് ഇവിടെ മുശ്രിക്കാണ്, കാഫിറാണ് നിങ്ങൾ പറയുന്നില്ല, ഇല്ല, അങ്ങനെയല്ല. മറിച്ച് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഫൽ ജാഹിലു വൽ മുഫ്തിഉ മിൻ ഹാസിൽ ഉമ്മത്ത്, അഥവാ ജാഹിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അറിവില്ലായ്മ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. വൽ മുഫ്തിഉ അതുപോലെ തന്നെ അബദ്ധം ചെയ്യുന്ന ആൾക്കാർ, ഈ ഉമ്മത്തിൽ പെട്ടിട്ടുള്ള അറിവില്ലായ്മ കൊണ്ടും അതുപോലെ തന്നെ അബദ്ധത്തിലും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ വലൗ അമില മിനൽ കുഫ്രി വശിർക്കി മാ യകൂനു സാഹിബുഹു മുശ്രിക്കൻ ഔ കാഫിറൻ, അഥവാ അവര് കുഫർ, വ്യക്തമായിട്ടുള്ള ഒരു കുഫ്രോ അല്ലെങ്കിൽ ഷിർക്കോ അവരിൽ നിന്ന് ഒരു പ്രവൃത്തി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും മുശ്രിക്കോ അല്ലെങ്കിൽ കാഫിർ ആകുന്നില്ല. കാരണം എന്താ, ഫഇന്നഹു യഅ്സിറു ബിൽ ജഹ്ലി വൽ ഖതഇ, കാരണം അവർക്ക് ഇളവുണ്ട്, ചിലപ്പോൾ അവരുടെ അബദ്ധം കാരണത്താൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ അറിവില്ലായ്മ കാരണത്താൽ അവർക്ക് ഉസ്റുണ്ട്. എത്രത്തോളം വെച്ചാൽ എപ്പോഴെന്ന് വെച്ചാൽ അവരുടെ മേൽ വ്യക്തമായി തന്നെ ഹുജ്ജത്ത് സ്ഥാപിക്കണം, തെളിവ് സ്ഥാപിക്കണം. അതല്ലാതെ ഒരാളിപ്പോ എന്താണ് ഒരു ഇസ്തിഗാസ ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം ചെയ്തു വിചാരിക്കുക, അവന് മുശ്രിക്ക് കാഫിർ എന്ന് വിളിക്കാൻ ഒരു വകുപ്പുമില്ല. മറിച്ച് ഇന്ന പ്രവൃത്തി ഷിർക്കാണ്, കുഫ്റാണെന്ന് പറയുന്നല്ലാതെ തഈൻ ചെയ്ത് അഥവാ ഒരാൾ നിർണയിച്ചു കൊണ്ട് അവൻ കാഫിറാണ്, മുശ്രിക്കാണെന്നുള്ളത് പറയാൻ പാടില്ല. ഇനി മനസ്സിലാക്കേണ്ടത്, ഇത് 6-ാം നൂറ്റാണ്ടിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ഇബ്നു അറബി റഹിമഹുല്ലാഹ് മാത്രമല്ല, ഇത് ഏഷ്യ മുതലുള്ള പണ്ഡിതന്മാർ എല്ലാവരും വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന സലഫികൾക്കൊക്കെ സലഫികൾക്ക് അംഗീകരിക്കപ്പെടുന്ന പണ്ഡിതനാണ് ഷെയ്ഖ് മുഹ്സിൻ അബ്ബാദ് ഹഫിളഹുല്ലാഹ്. അദ്ദേഹവും ഈ കാര്യം പറയുന്നത്, ഇസ്തിഗാസ ചെയ്യുന്ന ആൾക്കാർ, എന്താണ് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, അതുപോലെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ അവര് എന്താണ്, അത് യഥാർത്ഥത്തിൽ ഷിർക്കുൻ അക്ബറാണ്, അതിൽ സംശയമില്ല. പക്ഷെ വലാ യുഖാലു ലികുല്ലി മൻ ഫഅല ദാലിക ഇന്നഹു മുശ്രിക്കുൻ കാഫിറുൻ, പക്ഷെ അവരെല്ലാം ഓരോരുത്തരെയും എടുത്തുകൊണ്ട് അവർ മുശ്രിക്കാണ്, കാഫിറാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ഉസ്ർ ബിൽ ജഹൽ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഇസ്തിഗാസ ചെയ്യുന്ന എല്ലാവരെയും തഈൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സംഘടനയെ തന്നെ, അഥവാ ഈ പറയപ്പെടുന്ന AP സമസ്തയോ അല്ലെങ്കിൽ EK സമസ്തയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ അവര് മുശ്രിക്കാണ്, കാഫിറാണ് എന്നുള്ളത്, ആ സംഘടന മുശ്രിക്കാണ്, കാഫിറാണെന്നുള്ളത് ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷെ ഇന്ന പ്രവൃത്തി ഇന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഷിർക്കാണെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പറയാം, ഹുജ്ജത്ത് സ്ഥാപിക്കാം. എന്നിട്ട് പിന്നെ ഇസ്ലാമികമായിട്ടുള്ള രാഷ്ട്രമാണെങ്കിൽ അതിന്റെ ഖാദിയാണത് ഒരാളെ തക്ഫീർ ചെയ്യുന്നത്, അതല്ലാതെ സാധാരണക്കാരോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കാണുന്ന ദായികളോ ഇല്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മറ്റു ചോദ്യങ്ങളിലേക്ക് കടക്കാം.